ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് NCERT ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, വേൾഡ് ജോഗ്രഫി NCERT ചാപ്റ്റേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് +1 ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന ചാപ്റ്റർ ഭൂമിശാസ്ത്രം ഒരു പഠന വിഷയമാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും. മൂന്നാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ ഉള്ളറ. ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് SCERTയിലും പഠിക്കാനായിട്ടുണ്ട്. ഭൂമിയുടെ ഘടന ഒക്കെ വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. നാലാമത്തെ ചാപ്റ്റർ വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം. 5 ധാതുക്കളും ശിലകളും. നെക്സ്റ്റ് രൂപീകരണ പ്രക്രിയകൾ. 7ാമത്തെ ചാപ്റ്റർ ഭൂരൂപങ്ങളും അവയുടെ പരിണാമവും. 8 അന്തരീക്ഷം ഉള്ളടക്കവും ഘടനയും. 9 സൗരവികിരണം, താപസന്തുലനം, ഊഷ്മാവ്. 10 അന്തരീക്ഷ ചംക്രമണങ്ങളും ദിനാന്തരീക്ഷ വ്യൂഹവും. 11 അന്തരീക്ഷത്തിലെ ജലം. 12 ലോക കാലാവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനവും. 13 ജലം, സമുദ്രങ്ങൾ. 14 സമുദ്രജല ചലനങ്ങൾ. 15 ഭൂമിയിലെ ജീവൻ. 16 ജൈവ വൈവിധ്യവും സംരക്ഷണവും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് കൂടെ ചെയ്യാട്ടോ. ബാക്കി ചാപ്റ്റേഴ്സ് ഞാൻ എടുത്ത് തരാം. അതുപോലെ തന്നെ നമ്മൾ NCERT ജോഗ്രഫി ചാപ്റ്റേഴ്സ് കുറച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ 3 ചാപ്റ്റർ എടുത്തിട്ടുണ്ട്, ബാക്കി ചാപ്റ്റേഴ്സ് എടുക്കാം. അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി, ഇന്ത്യ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ സുവോളജി ഒരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും പഠിച്ച ഓരോ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള SCERT NCERT ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇനി വരുന്ന എക്സാമുകളിൽ ഇതൊരു പരീക്ഷയാണെന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ ഓരോ ടോപ്പിക്ക്, അതായത് ഇപ്പോൾ സിലബസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂറോപ്യന്മാരുടെ വരെ എന്ന് പറയുന്ന ടോപ്പിക് ആണെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT പാഠഭാഗം, SCERT ഭാഗം, അതുപോലെ തന്നെ NCERT ഭാഗം പ്ലസ് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആ ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാം, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു എക്സാമിന് മുമ്പ് നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട പോയിന്റ്സ് മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് കാണാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം കൂടി എടുത്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു, എന്തായാലും കാണാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ 3 ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തന്നിട്ടുണ്ട്, ബാക്കി ചാപ്റ്റേഴ്സൊക്കെ ഞാൻ തരാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് വേൾഡ് ജോഗ്രഫിയാണ്. വേൾഡ് ജോഗ്രഫിയിലെ ആദ്യത്തെ ചാപ്റ്റർ ഭൂമിശാസ്ത്രം ഒരു പഠന വിഷയമാണ് അല്ലേ. എന്താണ് ഭൂമിശാസ്ത്രം എന്ന് വെച്ചാൽ ഭൂമിയെക്കുറിച്ചും അതുൾപ്പെടുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള ശാസ്ത്രീയ പഠനമാണ് ഭൂമിശാസ്ത്രം. ഗ്രീക്ക് പദങ്ങളായ ജിയോ, ഗ്രാഫോസ് എന്നീ പദങ്ങളിൽ നിന്നാണ് ഭൂമിശാസ്ത്രം എന്ന പദം രൂപപ്പെട്ടത്. അതായത് വേൾഡ് ജോഗ്രഫിയിലെ അതായത് ജിയോ, ഗ്രാഫോസ്, അതായത് ജിയോ എന്ന് വെച്ചാൽ ഭൂമിയാണ്, ഗ്രാഫോസ് എന്ന് വെച്ചാൽ എന്താണ് വിവരണമാണ്. ഈ ഒരു പദങ്ങളിൽ നിന്നാണ് ഭൂമിശാസ്ത്രം എന്ന പദം രൂപപ്പെട്ടത് അല്ലേ. ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഗ്രീക്ക് പണ്ഡിതനായ ഇറോത്തോസ്തനീസ് ആണ്. അപ്പോൾ ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഗ്രീക്ക് പണ്ഡിതനായ ഇറാത്തോസ്തനീസ് ആണ്. ഇനി നിർവചനങ്ങൾ പറയുന്നുണ്ട്. ഭൗമോ ഉപരിതലത്തിലെ പ്രാദേശിക വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? റിച്ചാർഡ് ഹാർട്ട്ഷോൺ ആണ്. റിച്ചാർഡ് ഹാർട്ട്ഷോൺ എന്താ പറഞ്ഞത്? ഭൗമോ ഉപരിതലത്തിലെ പ്രാദേശിക വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും അതുപോലെ തന്നെ അപ്പോൾ റിച്ചാർഡ് ഹാർട്ട്ഷോൺ എന്താ പറഞ്ഞത്? ഭൂമിയുടെ ഉപരിതലത്തിലെ പ്രാദേശിക വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഭൂമിശാസ്ത്ര പഠനം പ്രധാനമായും 3 ചോദ്യങ്ങളിൽ അധിഷ്ഠിതമാണ്. എന്ത്, എവിടെ, എന്തുകൊണ്ട്. എന്താണ് എന്ത്, എവിടെ, എന്തുകൊണ്ട്? എന്തെന്ന് വെച്ചാൽ എന്താണ്? ഭൗമോ ഉപരിതലത്തിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകളാണ് എന്തെന്ന് പറയുന്നത്. ഇനി എവിടെ എന്ന് പറയുമ്പോൾ ഭൗമോ ഉപരിതലത്തിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകളുടെ വിതരണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭൂമിയുടെ ഉപരിതലത്തിലെ സവിശേഷതകളുടെ വിശദീകരണവും കാര്യകാരണ ബന്ധങ്ങളും പ്രതിപാദിക്കുന്ന ചോദ്യം. നെക്സ്റ്റ് ഭൂമിശാസ്ത്ര സമീപനങ്ങൾ. 2 തരം സമീപനങ്ങളാണ് നമുക്കുള്ളത്. വ്യവസ്ഥാപിത സമീപനമുണ്ട്, മേഖലാ സമീപനമുണ്ട്. എന്താണ് വ്യവസ്ഥാപിത സമീപനം എന്ന് വെച്ചാൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചത്. ഇതിൽ ഏതൊരു പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിൻ്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും വിശദമാക്കുകയും ചെയ്യുന്നു. എന്താ പറയുന്നത്? വ്യവസ്ഥാപിത സമീപനം കണ്ടെത്തിയത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ആരാണ്? ആവിഷ്കരിച്ചത്
കണ്ടുപിടിച്ചതാരാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. ഇതിൽ ഏതൊരു പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിൻ്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും വിശദമാക്കുന്നുണ്ട്. നെക്സ്റ്റ് മേഖലാ സമീപനം. മേഖലാ സമീപനം ലോകത്തെ പല മേഖലകളായി തരംതിരിച്ചിട്ടുള്ള പഠനമാണ്. ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കാൾ റിട്ടർ ആണ്. അപ്പോൾ വ്യവസ്ഥാപിത സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് ചോദിക്കുകയാണെങ്കിൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. ഇതെന്ന് വെച്ചാൽ ഏതൊരു പ്രതിഭാസത്തെയും പഠിക്കുക, അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണമൊക്കെ നൽകുകയാണ് ചെയ്യുന്നത്. ഇനി മേഖലാ സമീപനം എന്ന് വെച്ചാൽ എന്താണ്? ലോകത്തെ പല മേഖലകളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു പഠനമാണ് മേഖലാ സമീപനം. കൊണ്ടുവന്നതാരാണ്? കാൾ റിട്ടർ ആണ്. അപ്പോൾ വ്യവസ്ഥാപിത സമീപനത്തിനനുസരിച്ചുള്ള ഭൂമിശാസ്ത്രത്തിൻ്റെ ഉപവിഭാഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഭൗതിക ഭൂമിശാസ്ത്രം, മാനവിക ഭൂമിശാസ്ത്രം, ജൈവ ഭൂമിശാസ്ത്രം. ഭൗതിക ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ ഭൂരൂപ രൂപീകരണ ശാസ്ത്രം വരും, കാലാവസ്ഥാ ശാസ്ത്രം വരും, ജലശാസ്ത്രം, മണ്ണ് ശാസ്ത്രം ഒക്കെ എന്താണ്? ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ, ഭൗതിക ഭൂമിശാസ്ത്രത്തിൽ വരുന്നവയാണ്. ഇനി മാനവിക ഭൂമിശാസ്ത്രമാണെങ്കിലോ സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം, ജനസംഖ്യാ ഭൂമിശാസ്ത്രം, സാമ്പത്തിക, ചരിത്ര, രാഷ്ട്രീയ ഭൂമിശാസ്ത്രമാണ് വരുന്നത്. ഇനി ജൈവ ഭൂമിശാസ്ത്രമാണെങ്കിലോ, ജൈവം എന്ന് പറയുമ്പോൾ സസ്യം അല്ലേ, സസ്യം, ജന്തു, അതുപോലെ തന്നെ ജീവജാലങ്ങളൊക്കെ അല്ലേ, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, ആവാസശാസ്ത്രം, പരിസ്ഥിതി ഭൂമിശാസ്ത്രം. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് മേഖലാ സമീപന പ്രകാരമുള്ള ഭൂമിശാസ്ത്രത്തിൻ്റെ ഉപവിഭാഗങ്ങൾ. മേഖലാ പഠനം അല്ലെങ്കിൽ പ്രാദേശിക പഠനം, മേഖലാ ആസൂത്രണം, മേഖലാ വികസനം, മേഖലാ വിശകലനം എന്നിങ്ങനെയാണ് മേഖലാ സമീപനത്തിൽ കൂടുതലായിട്ട് വരുന്നത്. മേഖലാ പഠനം, മേഖലാ ആസൂത്രണം, വികസനം, വിശകലനം എന്നിവയാണ്. ഏതൊരു ശാസ്ത്രത്തിനെയും രണ്ട് രീതിയിൽ വിശകലനം ചെയ്യപ്പെടാം. ഒന്ന് തത്വശാസ്ത്രപരമായിട്ടും, രണ്ട് പഠന രീതികളും ആധുനിക സാങ്കേതികകൾ വഴിയും. അതായത് നമുക്ക് ഏതൊരു ശാസ്ത്രം, ഭൂമിശാസ്ത്രം എന്നല്ല, ഇതിൽ നമ്മൾ ഏതൊരു ശാസ്ത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലാണ് ഇതിനെ വിശകലനം ചെയ്യുക. എങ്ങനെയാണ്? ഒന്ന് തത്വശാസ്ത്രപരമായിട്ടായിരിക്കും, രണ്ട് എന്ത് നോക്കും? പഠന രീതികളും ആധുനിക സാങ്കേതികൾ വഴിയൊക്കെ ആയിരിക്കും നോക്കാം. ഇതിൽ തത്വശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമിശാസ്ത്ര ചിന്താധാരകൾ, ചിന്തകൾ, അതുപോലെ തന്നെ മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള പരസ്പര ബന്ധം, അതായത് മനുഷ്യ ആവാസ ശാസ്ത്രമൊക്കെയാണ് ഈ തത്വശാസ്ത്രത്തിൽ വരുന്നത്. ഭൂമിശാസ്ത്ര ചിന്താധാരകളും മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചിട്ടൊക്കെയാണ് അതിൽ പറയാം. ഇനി പഠന രീതികൾ സങ്കേതങ്ങൾ എന്ന് പറയുമ്പോഴോ കമ്പ്യൂട്ടർ കാർട്ടോഗ്രഫി, അതുപോലെ പരിമാണ സ്ഥിതി വിവര സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പഠന രീതികളിൽ വരുന്നത്. ഇനി ഫീൽഡ് സർവേ അല്ലേ, ഫീൽഡ് സർവേ നമുക്കറിയാം. അതുപോലെ തന്നെ ജിയോ ഇൻഫോർമാറ്റിക്സ്, ഇതിൽ എന്താണ് GIS-ഉം GPS അല്ലേ, നമുക്ക് ജിയോ ഇൻഫോർമാറ്റിക്സ് വഴി നമുക്ക് വിവരങ്ങൾ ലഭിക്കുമല്ലോ. അതായത് GIS-ഉം GPS ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം എന്താ പറയുന്നത്, ഈ മാനവിക ഭൂമിശാസ്ത്രം എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഏതൊരു ശാസ്ത്രത്തിനെയും രണ്ട് രീതിയിൽ തരംതിരിക്കാമെന്ന് പറഞ്ഞു. ഒന്ന് തത്വശാസ്ത്രപരമായിട്ടാണ്, രണ്ടെന്നാണ് പഠന രീതികളും ആധുനിക സാങ്കേതികൾ വഴിയാണ്. പഠന രീതികൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഈ കാർട്ടോഗ്രഫിയും, അതായത് നമ്മുടെ ഭൂപടങ്ങളെ കുറിച്ചിട്ട് ഭൂപടങ്ങളിൽ നോക്കിയിട്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഫീൽഡ് സർവേയിലൂടെ, അത് പിന്നെ എന്താണ് ആധുനിക സാങ്കേതിക വിദ്യ, അതായത് ജിയോ ഇൻഫോർമാറ്റിക്സ്, അതായത് GIS-ഉം GPS ഒക്കെ വഴി നമുക്ക് വിവരങ്ങൾ ലഭിക്കാനായിട്ട് പറ്റും. ഇനി ഭൗതിക ഭൂമിശാസ്ത്രത്തിൽ ശിലാമണ്ഡലം, ജലമണ്ഡലം, ജൈവമണ്ഡലം, അന്തരീക്ഷം എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഭൗതിക ഭൂമിശാസ്ത്രത്തിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂരൂപം, കാലാവസ്ഥ, മണ്ണ്, ജലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എന്ത് വരുന്നുണ്ട്? മണ്ഡലങ്ങളിൽ ഏതൊക്കെയാണ്? ജൈവമണ്ഡലം, ശിലാമണ്ഡലം, അന്തരീക്ഷം എന്നിവയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ കുറേ ഇങ്ങനെ വാരി വലിച്ച് കാണാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ 2, ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും. ഭൂമിയുടെ ഉൽപ്പത്തി ഏകദേശം 46 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ഭൂമിയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ ഭൂമിയുടെ ഉൽപ്പത്തി ഏകദേശം ദശലക്ഷം എത്രയാണ്? 46 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. നമുക്ക് ഭൂമിയുടെ ഉൽപ്പത്തിയെ രണ്ട് ആയിട്ട് തിരിഞ്ഞിരിക്കാം. ഒന്ന് ആദ്യകാല സിദ്ധാന്തങ്ങളും, രണ്ട് ആധുനിക സിദ്ധാന്തങ്ങളും. ആദ്യകാല സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ നെബുല സിദ്ധാന്തം, ബൈനറി നക്ഷത്ര സിദ്ധാന്തം, പിന്നെ നെബുലാർ സിദ്ധാന്തത്തിൻ്റെ പരിഷ്കൃത രൂപം എന്നിവയൊക്കെ എന്താണ്? ആദ്യകാല സിദ്ധാന്തങ്ങളാണ്. നെബുലാർ സിദ്ധാന്തം, ബൈനറി നക്ഷത്ര സിദ്ധാന്തം, നെബുലാർ സിദ്ധാന്തത്തിൻ്റെ പരിഷ്കൃത രൂപം. നെബുലാർ സിദ്ധാന്തമൊക്കെ കൂടുതലായിട്ട് വരുന്നത് ആദ്യകാല സിദ്ധാന്തങ്ങളിലാണ്. ഇനി ആധുനിക സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്? മഹാവിസ്ഫോടന സിദ്ധാന്തം, സ്ഥിരസ്ഥിതി സിദ്ധാന്തം. ഇതൊക്കെയാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം, പിന്നെ സ്ഥിരസ്ഥിതി സിദ്ധാന്തം. അപ്പോൾ ആദ്യകാല സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ നെബുലയുമായി ബന്ധപ്പെട്ടില്ലേ, നെബുല. ഓക്കെ, ടെക്സ്റ്റ് പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത്.
അപ്പോൾ നെബുല സിദ്ധാന്തം, ബൈനറി നക്ഷത്ര സിദ്ധാന്തം, അതുപോലെ തന്നെ നെബുല സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യകാല സിദ്ധാന്തങ്ങളിൽ വരുന്നുണ്ട്. ആധുനിക സിദ്ധാന്തങ്ങളിലോ മഹാവിസ്ഫോടന സിദ്ധാന്തം, സ്ഥിരസ്ഥിതി സിദ്ധാന്തമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി ആദ്യകാല സിദ്ധാന്തങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. നെബുലാർ സിദ്ധാന്തം. നെബുലാർ സിദ്ധാന്തം എന്ന് വെച്ചാൽ എന്താണ്? ഇമ്മാനുവൽ ക്ലാന്റ് ആണ് ഇത് അവതരിപ്പിക്കുന്നത്. നെബുലാർ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ഇമ്മാനുവൽ ക്ലാന്റ് ആണ് അല്ലേ? ഇമ്മാനുവൽ ക്ലാന്റ് ആണ്. ഇനി ലാപ്ലേസ് 1996 ഈ സിദ്ധാന്തം പുനരാവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിദ്ധാന്തം പുനരാവിഷ്കരിച്ചത് ആരായിരുന്നു? ലാപ്ലേസ് ആണ്. വളരെയധികം ചൂടുള്ളതും പൊടിപടലങ്ങൾ നിറഞ്ഞതുമായ വാതക പിണ്ഡത്തിൽ നിന്നാണ് ഗ്രഹങ്ങൾ ഉണ്ടായതെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. അപ്പോൾ നെബുല എന്ന് വെച്ചാൽ ഈ വാതക പിണ്ഡത്തെയാണ് നെബുല എന്ന് പറയുന്നത്. അതായത് ഈ ഗ്രഹങ്ങളൊക്കെ ഉണ്ടായത് എന്താണെന്ന് പറയുന്നത് വളരെയധികം ചൂടുള്ളതും പൊടിപടലങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള വാതക പിണ്ഡത്തിൽ നിന്നാണ് ഗ്രഹങ്ങൾ ഉണ്ടായതെന്നാണ് ഈ നെബുലാർ സിദ്ധാന്തത്തിൽ പറയുന്നത്. അപ്പോൾ നെബുലാർ സിദ്ധാന്തം ഇമ്മാനുവൽ ക്ലാന്റ് ആണ് അവതരിപ്പിച്ചത്. ലാപ്ലേസ് ആണ് ഈ സിദ്ധാന്തം പുനരാവിഷ്കരിച്ചത്. വളരെയധികം ചൂടുള്ളതും പൊടിപടലങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള വാതക പിണ്ഡത്തിൽ നിന്നാണ് ഗ്രഹങ്ങൾ ഉണ്ടായതെന്ന് ഈ ഒരു സിദ്ധാന്തത്തിൽ പറയുന്നു. നെക്സ്റ്റ്, ബൈനറി നക്ഷത്ര സിദ്ധാന്തം. എന്താണ് ബൈനറി നക്ഷത്ര സിദ്ധാന്തം? 1900 ചാംബർലിനും മോർട്ടണും ചേർന്നാണ് അവതരിപ്പിച്ചത്. 1900 ചാംബർലിനും മോർട്ടണും ചേർന്നാണ് അവതരിപ്പിച്ചത്. രണ്ടാമതൊരു നക്ഷത്രത്തിൻ്റെ സ്വാധീന ഫലമായി സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും പദാർത്ഥങ്ങൾ അടർന്നു മാറി ഗ്രഹങ്ങൾ രൂപപ്പെട്ടു. ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഗ്രഹങ്ങൾ രൂപപ്പെട്ടതെന്നാണ്? രണ്ടാമതൊരു നക്ഷത്രത്തിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും പദാർത്ഥങ്ങൾ അടർന്നു മാറി രൂപപ്പെട്ടു എന്ന് പറയുന്നു. ഇനി പുനരാവിഷ്കരിച്ച നെബുലാർ സിദ്ധാന്തം നമ്മൾ പറഞ്ഞു അല്ലേ? നേരത്തെ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നെബുലാർ സിദ്ധാന്തത്തിൻ്റെ പരിഷ്കൃത രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താ പറയുന്നത്? ഓട്ടോ സ്മിത്ത്, കാൾ വിസാസ്കർ എന്നിവർ 1950 നെബുലാർ സിദ്ധാന്തത്തെ പുനരാവിഷ്കരിച്ചു. സൂര്യനെ ചുറ്റി ഹൈഡ്രജനും ഹീലിയവും പൊടിപടലങ്ങളും അടങ്ങിയ ഒരു വാതക മേഘ പിണ്ഡം സ്ഥിതി ചെയ്യുന്നുണ്ട്. വാതക പിണ്ഡത്തിൻ്റെ പദാർത്ഥങ്ങളുടെ ഘർഷണവും കൂട്ടിയിടിയും നിമിത്തം പദാർത്ഥങ്ങളുടെ കൂടിച്ചേരലിൻ്റെ ഫലമായിട്ട് ഗ്രഹങ്ങൾ രൂപം കൊണ്ടു. അതായത് നെബുലാർ സിദ്ധാന്തത്തിൽ നമ്മൾ പറഞ്ഞു ഗ്രഹങ്ങളൊക്കെ രൂപം കൊണ്ടത് പൊടിപടലങ്ങളും അതുപോലെ തന്നെ ചൂടുള്ളതും പൊടിപടലങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള വാതക പിണ്ഡത്തിൽ നിന്നാണ് രൂപപ്പെട്ടതെന്ന് പറഞ്ഞു അല്ലേ? എന്നാൽ പുനരാവിഷ്കരിച്ചിട്ടുള്ള നെബുലാർ സിദ്ധാന്തത്തിൽ പറയുന്നത് എന്താണ്? ഈ സൂര്യനെ ചുറ്റി ഹൈഡ്രജനും ഹീലിയവും പൊടിപടലങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വാതക മേഘപിണ്ഡം ഉണ്ടായിരുന്നു അല്ലേ? ഈ വാതക മേഘപിണ്ഡത്തിലെ പദാർത്ഥങ്ങൾ ഘർഷണം മൂലം അതുപോലെ തന്നെ കൂട്ടിയിടി മൂലമൊക്കെ എന്ത് സംഭവിക്കുകയാണ്? ഈ കൂട്ടിയിടി അതുപോലെ തന്നെ കൂടിച്ചേരലിൻ്റെ ഫലമായിട്ടാണ് ഗ്രഹങ്ങൾ രൂപം കൊണ്ടതെന്ന് പറയുന്നു. അപ്പോൾ 3 സിദ്ധാന്തം പറഞ്ഞു. അതായത് ആദ്യകാല സിദ്ധാന്തങ്ങളിൽ നെബുലാർ സിദ്ധാന്തം പറഞ്ഞു, ബൈനറി നക്ഷത്ര സിദ്ധാന്തം പറഞ്ഞു, അതിന് പുനരാവിഷ്കരണം പറഞ്ഞു അല്ലേ? നെബുലാർ സിദ്ധാന്തം എന്ന് വെച്ചാൽ ഇമ്മാനുവൽ ക്ലാന്റ് ആണ് അവതരിപ്പിച്ചത്. ലാപ്ലേസ് ഈ സിദ്ധാന്തം പുനരാവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം ചൂടുള്ളതും പൊടിപടലങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള വാതക പിണ്ഡത്തിൽ നിന്നാണ് ഗ്രഹങ്ങൾ ഉണ്ടായതെന്ന് ഈ ഒരു സിദ്ധാന്തത്തിൽ പറയുന്നു. ഇനി പുനരാവിഷ്കരിച്ചതിൽ ആരാണ്? ഓട്ടോ സ്മിത്തും കാൾ വിസാസ്കറും ചേർന്നിട്ടാണ് പുനരാവിഷ്കരിച്ചിട്ടുള്ളത് അല്ലേ? 1950 പുനരാവിഷ്കരിച്ചത്. ഇതിൽ പറയുന്നത് ഈ വാതക പിണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഈ വാതക പിണ്ഡത്തിലെ പദാർത്ഥങ്ങൾ അല്ലേ? പദാർത്ഥങ്ങളുടെ ഘർഷണവും കൂട്ടിയിടിയും നിമിത്തം പദാർത്ഥങ്ങളുടെ കൂടിച്ചേരലിൻ്റെ ഫലമായിട്ടാണ് അല്ലേ? എന്താണ്? പദാർത്ഥങ്ങളുടെ ഘർഷണവും കൂട്ടിയിടിയും മൂലം പദാർത്ഥങ്ങളുടെ കൂടിച്ചേരലിൻ്റെ ഫലമായിട്ടാണ് ഗ്രഹങ്ങൾ രൂപം കൊണ്ടതെന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് പറഞ്ഞത് ബൈനറി നക്ഷത്ര സിദ്ധാന്തമാണ്. ഇവിടെ എന്താ പറയുന്നത്? 1900 ചാംബർലിനും മോർട്ടണും ചേർന്നിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. രണ്ടാമതൊരു നക്ഷത്രത്തിൻ്റെ സ്വാധീന ഫലമായി സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും പദാർത്ഥങ്ങൾ അടർന്നു മാറിയിട്ട് ഗ്രഹങ്ങൾ രൂപപ്പെട്ടു എന്നാണ്. രണ്ടാമതൊരു നക്ഷത്രത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും പദാർത്ഥങ്ങൾ അടർന്നു മാറിയിട്ട് ഗ്രഹങ്ങൾ രൂപപ്പെട്ടു എന്ന് പറയുന്നു അല്ലേ? ഇനി നെക്സ്റ്റ് പറയുന്ന ആധുനിക സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ടാണ്. ബിഗ് ബാങ് സിദ്ധാന്തവും അതുപോലെ തന്നെ അതായത് മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ സ്ഥിരസ്ഥിതി സിദ്ധാന്തം. ഇതിലെന്താണ് ബിഗ് ബാങ് സിദ്ധാന്തം അല്ലെങ്കിൽ എന്താണ് മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന് വെച്ചാൽ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ഏറ്റവും ആധുനികമായ സിദ്ധാന്തമാണ് ബിഗ് ബാങ് സിദ്ധാന്തം. അല്ലാന്നുണ്ടെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം. പ്രപഞ്ച വികാസ സിദ്ധാന്തം എന്നും അതിനെ അറിയപ്പെടുന്നുണ്ട്. പ്രപഞ്ച വികാസ സിദ്ധാന്തം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. 1920 എഡ്വിൻ ഹംബിളാണ് ഇത് അവതരിപ്പിച്ചത്. ബിഗ് ബാങ് സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? എഡ്വിൻ ഹംബിളാണ്. ഇനി മഹാവിസ്ഫോടനത്തിന് 3 ഘട്ടങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെ സകല ദ്രവ്യങ്ങളും അതിതീവ്രമായ ചൂടും സാന്ദ്രതയുമുള്ള ചെറു കണികയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മഹാവിസ്ഫോടനത്തിൻ്റെ അതായത് ഈ പറഞ്ഞ മഹാവിസ്ഫോടനത്തിലെ ബിഗ് ബാങ് സിദ്ധാന്തമല്ലേ പറഞ്ഞത്? ഇതിലെ 3 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. പ്രപഞ്ചത്തിലെ സകല ദ്രവ്യങ്ങളും അതിതീവ്രമായ ചൂടും സാന്ദ്രതയുമുള്ള ചെറു കണികയിൽ ഉൾക്കൊണ്ടിരുന്നു. അതുപോലെ ഏകദേശം 13.7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്
അതിഭീകരമായി പൊട്ടിത്തെറിച്ചു. ഏകദേശം 13.7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അതിഭീകരമായി പൊട്ടിത്തെറിച്ചു. പ്രപഞ്ച വികാസം ആരംഭിച്ചു. ഇതിനെ തുടർന്ന് 3 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഊഷ്മാവ് താഴ്ന്നു. പ്രപഞ്ചം സുതാര്യമായി. അപ്പോൾ ഇതിൽ പറയുന്നത് ബിഗ് ബാങ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രപഞ്ചോൽപത്തിയെ കുറിച്ചിട്ടുള്ള സിദ്ധാന്തമാണ്. മഹാവിസ്ഫോടന സിദ്ധാന്തമാണ് അല്ലേ. വിസ്ഫോടനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് എന്താണ്, പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി പ്രപഞ്ച വികാസ സിദ്ധാന്തം എന്ന് അതിന് അറിയപ്പെടുന്നുണ്ട്. എഡ്വിൻ ഹംബിളാണ് അത് അവതരിപ്പിച്ചത്. ഇനി 3 ഘട്ടങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെ സകല ദ്രവ്യങ്ങളും അതിതീവ്രമായ ചൂടും സാന്ദ്രതയുമുള്ള ചെറു കണികയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 13.7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇത് പൊട്ടിത്തെറിച്ചു അല്ലേ. പൊട്ടിത്തെറിച്ചപ്പോൾ അവിടെ പ്രപഞ്ച വികാസം ആരംഭിക്കുകയാണ്. പിന്നീട് ഇതിൻ്റെ ഊഷ്മാവ് താഴ്ന്നപ്പോഴാണ് പ്രപഞ്ചം സുതാര്യമായത്. നെക്സ്റ്റ് എന്താണ്, സ്ഥിരസ്ഥിതി സിദ്ധാന്തം. സ്ഥിരസ്ഥിതി സിദ്ധാന്തം ഇവിടെ നമ്മെ അല്ലേ സ്റ്റഡി സ്റ്റേറ്റ് തിയറി. എന്താണ് സ്ഥിരസ്ഥിതി സിദ്ധാന്തം എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെ ഇല്ലേ, എന്താണ്, ആരാണ് അവതരിപ്പിച്ചത്? എഫ് ഹോയിലാണ് അവതരിപ്പിച്ചത്. ഈ സിദ്ധാന്ത പ്രകാരം ആരംഭകാലം മുതൽ പ്രപഞ്ചം ഒരേ സ്ഥിതിയിൽ തന്നെയാണെന്ന് വാദിക്കുന്നു. എന്താണ്, പ്രപഞ്ചം ഒരേ സ്ഥിതിയിൽ തന്നെയാണ്. ആദ്യം മുതൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരേ സ്ഥിതിയിൽ തന്നെയാണെന്ന് വാദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര നേരം നമ്മൾ എന്താ പറഞ്ഞത് ഒന്നുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യകാല സിദ്ധാന്തങ്ങൾ പറഞ്ഞു. നെബുല സിദ്ധാന്തം എന്ന് വെച്ചാൽ എന്തായിരുന്നു, വളരെയധികം ചൂടും പൊടിപടലങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള വാതക പിണ്ഡത്തിൽ നിന്നാണ് ഗ്രഹങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. നെബുലാർ സിദ്ധാന്തത്തിൻ്റെ പരിഷ്കൃത രൂപത്തിൽ എന്ന് പറഞ്ഞു. ഇങ്ങനെ അതിൻ്റെ ഇടയിൽ എന്താണ്, ഈ വാതക പിണ്ഡത്തിൽ പദാർത്ഥങ്ങളെ കൂട്ടിയിടിയും അതുപോലെ തന്നെ ഘർഷണമൊക്കെ സംഭവിക്കും. അതിൻ്റെ ഫലമായിട്ടാണ് ഗ്രഹങ്ങൾ രൂപം കൊണ്ടതെന്ന് പറഞ്ഞു. ഇനി ബൈനറി നക്ഷത്ര സിദ്ധാന്തത്തിൽ എന്താ പറഞ്ഞത്, ബൈനറിയിൽ എന്താ പറഞ്ഞത്, സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും പദാർത്ഥങ്ങൾ അടർന്നു മാറിയിട്ടാണ് അല്ലേ, സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും പദാർത്ഥങ്ങൾ അടർന്നു മാറിയിട്ടാണ് ഗ്രഹങ്ങൾ രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. ഇനി ആധുനിക സിദ്ധാന്തങ്ങളിലെ മഹാവിസ്ഫോടന സിദ്ധാന്തം പഠിച്ചു, സ്ഥിരസ്ഥിതി സിദ്ധാന്തം പഠിച്ചു. മഹാവിസ്ഫോടന സിദ്ധാന്തം വെച്ചതാണ് പൊട്ടിത്തെറിക്കാൻ അല്ലേ. പൊട്ടിത്തെറിച്ചപ്പോൾ എന്ത് സംഭവിച്ചത്, പ്രപഞ്ചം വികാസം ആരംഭിച്ചു. അതിനുശേഷം 3 വർഷങ്ങൾക്ക് ശേഷം അത് താഴുന്നുണ്ട്, ഊഷ്മാവ് താഴുന്നുണ്ട്. അപ്പോഴാണ് പ്രപഞ്ചം സുതാര്യമായെന്ന് പറയുന്നു. ഇനി ഈ നെബുലാർ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ക്ലാൻഡ് ആണ്. ഇമ്മാനുവൽ ക്ലാൻഡ് ആണ് ഈ നെബുലാർ സിദ്ധാന്തം അവതരിപ്പിച്ചത്. നെബുലാർ സിദ്ധാന്തത്തിൻ്റെ പരിഷ്കൃത രൂപം അവതരിപ്പിച്ചത് ആരായിരുന്നു? ഓർമ്മയുണ്ടോ? ആരാണ്? ഓട്ടോ സ്മിത്തും കാൾ ഇസാസ്കറുമാണ് അല്ലേ. അപ്പോൾ കാൾ സ്മിത്താണ് പഠിച്ചിരിക്കല്ലേ, കാൾ സ്മിത്ത് എന്നൊക്കെ പഠിച്ചു വെച്ചിരിക്കുക അല്ലേ. ഇനി നെക്സ്റ്റ് ബൈനറി നക്ഷത്ര സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരായിരുന്നു? ബൈനറി ആരാണ്? ചാമ്പർലിനും മോർട്ടൺ ആണ് അല്ലേ. ചാമ്പർലിനും അതുപോലെ തന്നെ മോർട്ടൺ ആണ് ബൈനറി നക്ഷത്ര സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇനി ആധുനിക സിദ്ധാന്തങ്ങളിലെ മഹാവിസ്ഫോടന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരായിരുന്നു? എഡ്വിൻ ഹംബിൾ ആണ് അല്ലേ. എഡ്വിൻ ഹംബിൾ ആണ് മഹാവിസ്ഫോടനം. മഹാഹംബിൾ ഓക്കെ, മഹാവിസ്ഫോടനം ഹംബിൾ. ഇനി സ്ഥിരസ്ഥിതി സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരായിരുന്നു? സ്ഥിരസ്ഥിതി എന്ന് പറയുമ്പോൾ ആരാണ്? ഹെയിലാണ് അല്ലേ. ആരാണ്? ഹെയിലല്ലേ ആയിരുന്നത്? ഹെയിലല്ല, ഹോയിൽ കേട്ടോ. ഹോയിൽ. ഓക്കെ, ഹോയിലാണ് സ്ഥിരസ്ഥിതി സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഹോയിലാണ്. ക്ലിയർ ആണല്ലോ, ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് എന്താണ് പ്രകാശവർഷം നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് അല്ലേ. ഇതിൻ്റെ രൂപീകരണം, ഇപ്പോൾ സൗരയൂഥത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സൗരയൂഥം രൂപീകരിച്ചത് എന്നാണ്? അപ്പോൾ പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറഞ്ഞു. ഇനി സൗരയൂഥം രൂപീകരിച്ചത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? 5 മുതൽ 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം. ഗ്രഹരൂപീകരിച്ചത് 4.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും പൊടിപടലങ്ങളും വിവിധ വാതകങ്ങളും ചേർന്നതാണ് സൗരയൂഥം. എന്ന് പറയുമ്പോൾ സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളുണ്ട്, അവയുടെ ഉപഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും പൊടിപടലങ്ങളും ഒക്കെ ചേർന്നതാണ് സൗരയൂഥം അല്ലേ. പ്രധാനമായിട്ടുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് അല്ലേ. നമുക്ക് ഫിസിക്സിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് അല്ലേ. ഫിസിക്സിൽ സൗരയൂഥവും അതിൻ്റെ സവിശേഷതകളും എന്ന് പറയുന്നൊരു ഭാഗം വരുന്നുണ്ടല്ലോ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് സൗരയൂഥത്തിൽ വരുന്നത്. അതിൽ അന്തർഗ്രഹങ്ങളുണ്ട്, ബാഹ്യഗ്രഹങ്ങളുണ്ട്. ആദ്യത്തെ 4 പറഞ്ഞില്ലേ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ഇവ 4 എന്താണ്? അന്തർഗ്രഹങ്ങളാണ്. ബാക്കി 4 എന്താണ്? ബാഹ്യഗ്രഹങ്ങളാണ്. അന്തർഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, അതുപോലെ തന്നെ സൂര്യനും ക്ഷുദ്രഗ്രഹങ്ങളുടെ ബെൽറ്റിനുമിടയിൽ കാണപ്പെടുന്നത് ഏതാണ്? അന്തർഗ്രഹങ്ങളാണ്. സൂര്യനും ക്ഷുദ്രഗ്രഹങ്ങളുടെ ബെൽറ്റിനുമിടയിൽ കാണപ്പെടുന്നത്
നും ഇടയിൽ കാണപ്പെടുന്നതാണ് അന്തർഗ്രഹങ്ങൾ. ഇനി ഭൗമഗ്രഹങ്ങൾ എന്ന് അന്തർഗ്രഹങ്ങളെ അറിയപ്പെടുന്നുണ്ട്. ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് അന്തർഗ്രഹങ്ങളെയാണ്. ശിലകളും ധാതുക്കളും നിറഞ്ഞ സാന്ദ്രത കൂടിയ ഗ്രഹങ്ങളാണ്. സാന്ദ്രത കൂടിയ ഗ്രഹങ്ങൾ, ശിലകളും ധാതുക്കളും ഒക്കെ അന്തർഗ്രഹങ്ങളിലാണ് ഉള്ളത്. അതായത് ശിലകളും ധാതുക്കളും നിറഞ്ഞിട്ടുള്ള സാന്ദ്രത കൂടിയ ഗ്രഹങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ അന്തർഗ്രഹങ്ങളിലാണ്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയാണ് വരുന്നത്. സൂര്യനും ക്ഷുദ്രഗ്രഹങ്ങളുടെ ഇടയിലാണ് കാണപ്പെടുന്നത്. ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട്. ഇനി ബാഹ്യഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് ബാഹ്യഗ്രഹങ്ങൾ. വാതക ഭീമന്മാർ അല്ലേ? ബാഹ്യഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് വാതക ഭീമന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. വ്യാഴ സമാനമായ ഗ്രഹങ്ങളാണ്. കൂടുതലും എന്താണ്? വ്യാഴ സമാനമായ ഗ്രഹങ്ങളാണ്. വലിപ്പം കൂടിയ ഗ്രഹങ്ങളാണ്. ഹൈഡ്രജൻ, ഹീലിയം വാതകങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളാണ്. ഹൈഡ്രജൻ, ഹീലിയം വാതകങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ അന്തർഗ്രഹങ്ങളുണ്ട്, ബാഹ്യഗ്രഹങ്ങളുണ്ട്. അന്തർഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയാണ് വരുന്നത്. ഇനി അന്തർഗ്രഹങ്ങളിൽ സൂര്യനും ക്ഷുദ്രഗ്രഹങ്ങളുടെ ബെൽറ്റിനും ഇടയിൽ കാണപ്പെടുന്നു. ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. ശിലകളും ധാതുക്കളും നിറഞ്ഞ സാന്ദ്രത കൂടിയ ഗ്രഹങ്ങളാണ് അന്തർഗ്രഹങ്ങൾ. ഇനി ബാഹ്യഗ്രഹങ്ങൾ എന്ന് പറയുമ്പോഴോ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ വാതക ഭീമന്മാർ. അതുപോലെ വ്യാഴ സമാനമായ ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങൾ. വലിപ്പം കൂടിയ ഗ്രഹങ്ങളാണ്. ഹൈഡ്രജൻ, ഹീലിയം വാതകങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങൾ. ഇനി ചന്ദ്രന്റെ രൂപീകരണം. ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ അല്ലേ? ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ബിഗ് സ്പ്ലാറ്റ് സിദ്ധാന്തം എന്താ പറയുന്നത്? 4.44 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയുടെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു ആകാശഗോളം ഭൂമിയിൽ വന്നിടിച്ചതിൻ്റെ ഫലമായി ഭൂമിയിൽ നിന്ന് ഒരു ഭാഗം അടർന്നു മാറുകയും ഈ ഭാഗം കാലക്രമത്തിൽ ഭൂമിയെ ചുറ്റാൻ തുടങ്ങുകയും ചെയ്തു. എന്താ പറയുന്നത്? ബിഗ് സ്പ്ലാറ്റ് സിദ്ധാന്തത്തിലൂടെയാണ് ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം വന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് 4.44 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയുടെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു ആകാശഗോളം ഭൂമിയിൽ വന്നിടിച്ചു അല്ലേ? ചൊവ്വയുടെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു ആകാശഗോളം ഭൂമിയിൽ വന്നിടിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഭൂമിയിൽ നിന്നൊരു ഭാഗം അടർന്നു മാറി. അങ്ങനെ ഇത് ഭൂമിയെ ചുറ്റാൻ തുടങ്ങി. ഈ ഭാഗം പിന്നീട് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് ചന്ദ്രൻ രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇനി ഭൂമിയുടെ പരിണാമം. ആരംഭകാലത്ത് കല്ലും പാറയും നിറഞ്ഞ ചൂടുള്ള തരിശു മേഖലയായിരുന്നു ഭൂമി. ആദ്യം ഒക്കെ കല്ലും പാറയും മാത്രമേ ഉള്ളൂ അല്ലേ? കല്ലും പാറയും നിറഞ്ഞിട്ടുള്ള തരിശു മേഖലയായിരുന്നു ഭൂമി. പിന്നീട് ഏകദേശം 4.6 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടായത്. എത്രയാണ്? 4.6 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടായത്. ഇനി അന്തരീക്ഷത്തിൻ്റെ രൂപീകരണം. അന്തരീക്ഷ രൂപീകരണത്തിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, ഭൂമിയുടെ ആദിമ അന്തരീക്ഷം ഹൈഡ്രജനും ഹീലിയവും നിറഞ്ഞതായിരുന്നു. സൗരക്കാറ്റിൻ്റെ സാന്നിധ്യ നിമിത്തം ഈ വാതകങ്ങൾ നീക്കം ചെയ്യപ്പെട്ടതാണ് അന്തരീക്ഷ രൂപീകരണത്തിൻ്റെ 1-ാം ഘട്ടം. അപ്പോൾ അന്തരീക്ഷ രൂപീകരണത്തിൻ്റെ 1-ാം ഘട്ടം എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഹൈഡ്രജനും ഹീലിയം മാത്രമുള്ളായിരുന്നു അല്ലേ? പിന്നീട് സൗരക്കാറ്റിൻ്റെ സാന്നിധ്യം മൂലമാണ് ഈ വാതകങ്ങൾ നീക്കം ചെയ്യപ്പെട്ടത്. ഇനി ഭൂമി തണുക്കാൻ തുടങ്ങിയപ്പോൾ വിവിധ വാതകങ്ങളും ജലബാഷ്പവും അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ പ്രക്രിയയാണ് ഡീഗ്യാസിംഗ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഡീഗ്യാസിംഗ് എന്ന് വെച്ചാൽ ഭൂമി തണുക്കാൻ തുടങ്ങിയപ്പോൾ ഈ ചില വാതകങ്ങളും ജലബാഷ്പവും അന്തരീക്ഷത്തിലേക്ക് കടക്കാണ്. ആ പ്രക്രിയയെ ഡീഗ്യാസിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിൽ ഇന്ന് കാണുന്ന വാതകങ്ങളെല്ലാം എത്തിച്ചേർന്നു. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെയും കുറേ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷ രൂപീകരണത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഹീലിയം മാത്രമുള്ളതായിരുന്നു. പിന്നീട് സൗരക്കാറ്റ് വന്നു. സൗരക്കാറ്റിൻ്റെ ഫലമായിട്ടാണ് ഈ വാതകങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെട്ടത്. പിന്നെ ഭൂമി തണുക്കാൻ തുടങ്ങിയപ്പോൾ വാതകങ്ങളും ജലബാഷ്പമൊക്കെ അന്തരീക്ഷത്തിലേക്ക് കടന്നു. അതിനെ ഡീഗ്യാസിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് ഇന്ന് കാണുന്ന വാതകങ്ങളെല്ലാം എത്തിച്ചേർന്നു അല്ലേ? ഇനി സമുദ്ര രൂപീകരണം എത്ര വർഷങ്ങൾക്ക് മുമ്പാന്ന് പറയുന്നുണ്ട്? 5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് സമുദ്ര രൂപീകരണം. ഇനി ജീവന്റെ രൂപീകരണം 3.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ജീവന്റെ രൂപീകരണം. ക്ലിയർ ആണല്ലോ? ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2ാമത്തെ ചാപ്റ്ററിൽ സൗരയൂഥത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ 2ാമത്തെ ചാപ്റ്ററും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് അധികം ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും ജസ്റ്റ് നമ്മൾ NCERT നോക്കണ കാരണം ആ ഫസ്റ്റ് ഭാഗം കൂടി ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും ഹൈപ്പൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് ഭൂമിയുടെ ഉള്ളറയാണ്. ഈ ഒരു ചാപ്റ്റർ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്കറിയാം NCERT ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.
ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൽ നമുക്കിതിൻ്റെ നോട്ട്സൊക്കെ ഇട്ട് തരാം കേട്ടോ.